ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കൊടൈക്കനാൽ പോകണം. കൊടൈക്കനാൽ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പഴനി എത്തിയിട്ടില്ല കേട്ടോ. പഴനി എത്തണുള്ളൂ. നമ്മളിപ്പോൾ പൊള്ളാച്ചി കഴിഞ്ഞിട്ട് പഴനി റോഡിലാണ്. കണ്ടില്ലേ, ഇവിടെ നല്ല കാറ്റാടി കണ്ടപ്പോൾ നിർത്തിയാണ് വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ആൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ഫാമിലി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കൊടൈക്കനാലാണ്. അപ്പോൾ കൊടൈക്കനാൽ വീഡിയോ എല്ലാവരും കാണണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ കൊടൈക്കനാൽ പോയാലോ. ഇനി അടുത്ത കാഴ്ചകളൊക്കെ നമ്മൾ പോണ സമയത്ത് കാണാം കേട്ടോ. ഓക്കെ, വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ബൈ. വണ്ടി എടുത്തിട്ട് 10 കിലോമീറ്റർ ആയിട്ടില്ല, അപ്പോഴേക്കും ഇവിടെ ഓരോ ആളുകൾ ഉറങ്ങാൻ തുടങ്ങി. വല്ലാത്തൊരവസ്ഥയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ റോഡിൻ്റെ ഒരു ഷോയാണ്. അടിപൊളിയുള്ള റോഡ് കണ്ടാ, നല്ല ചെടികളൊക്കെ വെച്ച് സെൻട്രൽ ഡിവൈഡറിൽ വന്ന ചെടികളൊക്കെ വെച്ചിട്ടേ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ചിലവടൊക്കെ മാത്രം കാണാൻ പറ്റുള്ളൂ. പക്ഷെ തമിഴ്നാട് അളിയനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളിത് ഇപ്പോൾ ഉറങ്ങിയതാണ്. ഇയാളിപ്പോൾ ഉറങ്ങിയതായിരുന്നു, ഇപ്പൊ അടിച്ചു. അമ്മ ഉറങ്ങിക്കോളെ, അമ്മ ഉറങ്ങിക്കോളെ. ഇവിടുന്ന് എത്രയുണ്ട് ദിണ്ടുക്കല് നേരെ മൈ വാടിയ വേറെന്തോ വായിക്കാൻ നിന്നാ. ഓക്കെ, അങ്ങനെ നമ്മളെ പഴനി എത്തിട്ടാ. ഏത് മല? ഏത് മല? മരുന്നമല. അവിടെ കോയമ്പത്തൂര് മരുന്നമല. ഇത് മരുന്നമല പറഞ്ഞാൽ ഇവിടുന്ന് മുരുകൻ ഇവിടുന്ന് ഇറങ്ങി ഓടി അവിടെ പോയിരിക്കും. ലെഫ്റ്റ്, പഴനിക്ക് പോകാനുള്ള വഴി ലെഫ്റ്റാണ്. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദിണ്ടുക്കല് മധുരൈ പഴനി. നമ്മള് പഴനി എത്തിയിട്ടുണ്ട്. പഴനി എത്തിയിട്ടുണ്ട് ഗൈസ്. 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മല കാണാൻ പറ്റുമോ? സൈഡിൽ കൂടെ പോലെ. ആ, ഒന്നും കൂടി പാടിയത് രണ്ടാമത് കൂടെ ഒരു പാട്ട് പാടി. ലെഫ്റ്റാ? കറക്റ്റ് മാപ്പ് കറക്റ്റ്. നന്നായിട്ടാ? ഇല്ല. എനിക്ക് വേണോ? വരാട്ടോ, ലാസ്റ്റ് തരാം. അതോ എന്തത്? ഒന്നുകൂടി പോന്ന്. ഓയ് കുതിരയാ പഴനി മല. അങ്ങനെ നമ്മൾ പഴനി കണ്ടിട്ടുണ്ട്. നമ്മൾ നാളെ തിരിച്ചു വരുമ്പോൾ മാത്രം കയറുള്ളൂ, ഇപ്പൊ കയറില്ല. ഇവിടുന്ന് റേറ്റ് നമുക്ക് ഇവിടുന്ന് റേറ്റിക്ക് പോകണ്ട. ഇവിടുന്ന് റേറ്റ് ഇപ്പൊ നേരെ കൊടൈക്കനാല്. കറക്റ്റ് ഇടുമ്പം വല്ല സൈഡിൽ കൂടെ അല്ലേ? ഈ കാണാണ് ഇടുമ്പം മല. ഇടുമ്പൻ മല കാണാം. ഇതാണ് അളിയെ. ഇതാ കാണുന്ന പഴനി. തൊട്ട് മുന്നിൽ കറക്റ്റ് ബാക്ക് വശം കാണുന്നില്ല. കൊടൈക്കനാലിലേക്ക് 64
14 കിലോമീറ്റർ ഇനി ഇവിടെ നിന്ന് പോകാനുള്ളത്. ഇവിടെ ലെഫ്റ്റ് നമ്മളെ ഈ കാണാനാണ് പഴനി. കാണാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നമ്മളിനി കൊടൈക്കനാൽ റൂട്ടിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കൊടൈക്കനാൽ പോകുമ്പോൾ പറ്റിയ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിക്കണം. അങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടാ? നന്നായിട്ടുണ്ടാ? ലാസ്റ്റ് തരാം, ആക്രാന്തം കാണിക്കണ്ട, വിളമ്പി തരാം. ലാസ്റ്റ് തരാം. ഓ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിക്കാണ്. അപ്പം ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. അപ്പോൾ തുടങ്ങണം രണ്ടുപേര്, ഇവർക്ക് ലാസ്റ്റ് കൊടുക്കാട്ടാ. ഇപ്പൊ നമ്മള് ഇവിടെ നിന്നാണ് ഇനിയിപ്പോ കൊടൈക്കനാലിലേക്ക് കേറാൻ പോണത് കേട്ടാ. ഇനിയിപ്പോ ഇവിടെ നിന്നാണ് ഹിൽസ് ആണ്, ഹിൽസ് പോയി നോക്കാൻ നേരം. നമ്മള് കൊടൈക്കനാൽ ഫസ്റ്റ് ബെൻഡ് കയറാൻ വേണ്ടി പോണത് അവിടെ പറഞ്ഞോ തന്നെയാണ്. ചെക്ക് പോസ്റ്റ് അവിടെ പോലീസ് കഴിഞ്ഞു, ഇവിടെ ഫോറസ്റ്റ്. അയ്യേ ഇപ്പോഴൊന്നുമില്ല, വൈകുന്നേരത്തെ ആയിരിക്കും. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ബെൻഡ് കയറാൻ വേണ്ടി പോണ ഫസ്റ്റ് ബെൻഡ് പറഞ്ഞോ. ഫസ്റ്റ് ബെൻഡ് കഴിഞ്ഞു. അങ്ങനെ നമ്മള് കൊടൈക്കനാലിലെ ഫസ്റ്റ് ബെൻഡ് കയറിയിരിക്കണെങ്കിൽ ഒരുപാട് ബെൻഡുകളുണ്ട്. ഇതിൽ ഒരുപാട് ബെൻഡുകൾ കയറാണ്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല നല്ല ബെൻഡൊക്കെ കയറി ഇങ്ങനെ പോവാ. ഷെയറിംഗ് ഒക്കെ പിടിച്ചിട്ട് ഗിയറൊക്കെ മാറ്റി സൈഡ് വ്യൂ അളിയ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തുടങ്ങി. സൈഡ് വ്യൂ ഇതെന്തോ ഡാം ഉണ്ടാണെന്നാ തോന്നുന്നത്. ഡാം ആളിയാർ എവിടെയല്ല, ആളിയാർ അവിടെ റൈറ്റ് സൈഡ് നമുക്കൊരു ഡാം കാണാനായിട്ട് പറ്റട്ടോ. ഇതാണ് നിർത്തണ അവിടെ നിർത്തണ അതവിടെ നിർത്താം. ഞങ്ങളെങ്ങനെ കൊടൈക്കനാൽ കയറിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി സൂപ്പർ. അങ്ങനെ നമ്മള് ഫസ്റ്റത്തെ ബെൻഡ് ഒന്നോ രണ്ടോ അങ്ങനെ കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ നല്ലൊരു വാച്ച് ടവർ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഡാമുണ്ട്. നമുക്ക് നോക്കാം ഇവിടുത്തെ വ്യൂ എന്താണെന്നുള്ളത്. നമ്മളെ വണ്ടി അവിടെ സൈഡ് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. വേണ്ട, ഒരു വാച്ച് ടവറാണ്. നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടുത്തെ വ്യൂ കണ്ട എങ്ങനെയുണ്ട്. എല്ലാവരും ബെൻഡ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറിയ ബെൻഡ്. അല്ല, ഇതിൻ്റെ താഴത്ത് കയറിയത് ഇപ്പോൾ രണ്ടാമത്തെയാണെന്നാണ് തോന്നണേ. ശരിയാണ്. ഫസ്റ്റത്തെ ബെൻഡ് കയറിയിട്ടുള്ള വാച്ച് ടവറിലേക്ക് നമ്മൾ എത്തിയിരിക്കണേ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കഴിച്ച് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇങ്ങോട്ട് വരി അച്ഛാ. എങ്ക പാത്ത് നോക്കി ഇങ്ങോട്ട് നടക്ക വേണാമാ. ഇങ്ങ ഇരുന്ന് വീണാ പല്ല് വേറെ എല്ല് വേറെ ആകുമ്പോ അത് പാളി. പോവാ ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നേരം ചുരമൊക്കെ കയറിയിട്ട് നമ്മളിതാ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കാൻ കേട്ടാ. കണ്ട നല്ല സ്പോട്ടിലാണ് ചായ കുടിക്കാൻ നിർത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചാട്ടാ.
ഇവിടെ ഒരു സാധനമുണ്ട്, ഇതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഞാനൊക്കെ ഇത് ലോഡ് കൊണ്ടുപോകണ സാധനമാണ്. നല്ല വിലയുള്ളതാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ അവക്കാടോ ആണ് ഈ കാണുന്നത്. ജ്യൂസൊക്കെ അടിക്കുന്ന സംഭവം കേട്ടോ, ഫ്രൂട്ട്സ്. പോവാ ചായ കുടിക്കാം. ഇതെന്താണ് പറ, ഇതെന്താന്ന് പറ, ഈ കാണുന്ന എന്താന്ന് പറ, ഈ കായ എന്താന്ന് പറയും? ഓറഞ്ചാണത്. അവക്കാടോ ശരിക്കും കുടിച്ചിട്ടുണ്ടാ? ഇല്ലേ, അവക്കാടോ ആണത്. നല്ല കട്ടൻ ചായ. യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന അമ്മായി. അത് പറയുന്നില്ല. യാത്ര ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുന്ന ആളിയെ. കൊടൈക്കനാൽ വരുന്നതിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സീസണിലൊക്കെ വന്നാൽ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വരട്ടെ വണ്ടി വരട്ടെ. ബ്ലോക്ക് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോ കൊടൈക്കനാലിൽ ചുരമൊക്കെ കയറിയിട്ടേ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് തിരക്കാണ്. അളിയെ അവിടെ അളിയെ അതറ്റം ഇത് ബാക്കിയുള്ളവർ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വെള്ളച്ചാട്ടമൊക്കെ പോയി കണ്ടിട്ട് വരാമല്ലേ അവിടെ എങ്ങനെയാണെന്നൊക്കെ. ഞാൻ ഏകദേശം ഒരു 3 വർഷം മുന്നേ വന്നതാണ്. അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. പോയി നോക്കാം. കാറ് വേന പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചായ കുടിക്കണം പറഞ്ഞാൽ അവിടെ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യം എന്താ, അവിടെ ഈ സൈഡ് പിന്നെ കുറച്ച് വണ്ടികളൊക്കെ നിർത്താൻ പറ്റും. പക്ഷെ ഇത് പേ പാർക്കിംഗ് ഒന്നുമല്ല. ആർക്കാണെങ്കിലും സൈഡ് ഗ്യാപ്പുള്ള പോലെ കയറ്റി നിർത്താൻ പറ്റും. ഷൊട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റൊക്കെ നല്ല റേറ്റ് പറയും. നമ്മളതിനെ കുറച്ച് മേടിക്കുക എന്നുള്ളതാണ്. വായടിച്ച് മേടിക്കുക, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ടേ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം അല്ലേ. നേരെ അങ്ങോട്ട് പോകും. ഇപ്പം നമ്മളെ ടൈം കുറച്ച് വൈകിട്ടാണ്. നമ്മൾ കുറച്ചും കൂടി നേരത്തെ തന്നെ ആയിരുന്നു. ഇപ്പം നോക്കുതാ അവിടെ കുറേ സാധനങ്ങളുണ്ട്. ആ വരാ. വാട്ടർ ഫാളിൽ എത്തിണ്ട് കേട്ടോ. ഒരു ചെറിയതായിട്ടുള്ളൂ, അത്ര വലുതായിട്ടൊന്നുമല്ല. എന്നാലും കുറച്ചും കൂടി വെള്ളം കൊണ്ടുപോകുന്ന സെറ്റാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണോ ഗൈസ്. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് കാണാനുള്ള തിരക്ക് ഞാൻ കാണിച്ചു തരാം. ഇത്രയും തിരക്കാണത് കാണാൻ വേണ്ടിയിട്ട്. മീനുണ്ടോ? എന്താ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അപ്പൊ അങ്ങനെ നമ്മള് കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊടൈക്കനാൽ എത്തി നമ്മളിതാ റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ നല്ല മഴയാണ്. അപ്പൊ നമ്മള് 2 റൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ എവിടെയാണ് റൂം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മളിതിപ്പോൾ ഈ കാണുന്ന ഈ ഒരു റൂമും പിന്നെ ഈ ഒരു റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. താഴത്ത് ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഒരു ഫുഡൊക്കെ രാവിലേക്ക് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ കാണാൻ കേട്ടോ റൂം, കണ്ടില്ലേ? നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതവിടെ ബാത്റൂം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഗേറ്റ് എവിടെയാണ്? ഇതാ ബാത്റൂം. അതേപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ? ഇതാ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷവറില്ല, അതിൻ്റെ പേരെന്താ ഇത് സുനാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ബാത്റൂമൊക്കെ നീറ്റാണ്. അതൊന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഷെൽഫുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇവിടെ മിററുണ്ട്. അത് വലിയൊരു ഷെൽഫാണ് കേട്ടോ. ഓക്കെ. ഇവിടെ ഒരു ടി വി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാർജ് കുത്താനുള്ള എല്ലാം ഉണ്ട്, സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ ജഗ്ഗും ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ അവർ കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുതരും കേട്ടോ. അപ്പോൾ ഇതാണ് റൂം. ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 റൂമാണ് എടുത്തത്. അപ്പോൾ ഇതാ രണ്ടാമത്തെ റൂം. ഓക്കെ. അതിൻ്റെ അതേ സെയിം റൂമാണ്. ഇവിടെ ഭയങ്കര സീരിയൽ കാണാനാണ്. അയ്യോ, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ റൂം. അപ്പോൾ ഈ റൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ കൊടൈക്കനാൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ റൂം ബുക്ക് ചെയ്യാം. പക്ഷേ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് റൂം ഒരിക്കലും ബുക്ക് ചെയ്യരുത്. ഇവിടെ വന്നിട്ട് റൂം ബുക്ക് ചെയ്യണതാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇവർ 4000 രൂപയ്ക്ക് പറയും ഒരു റൂമിന്. അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 500 രൂപ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചില 3500 രൂപ കൊടുക്കേണ്ടി വരും. ഇവിടെ വന്ന് പറഞ്ഞാൽ അതിനെ വെച്ച് നല്ലൊരു റേറ്റ് കമ്മിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് റൂം ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ പോകുന്നത്. നാളെ നമുക്ക് കൊടൈക്കനാലത്ത് വേറെ ഓരോ സ്ഥലമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ. അതുവരെയും ബൈ.